അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെയാണ് എംടിയുടെ ആഗ്രഹം. ഇങ്ങനെ ഒരു പൊതുദർശനത്തിനോ ആളുകൾ അങ്ങനെ അവസാനമായി അങ്ങനെ വന്ന് കാണുന്നതിനുള്ള അവസരം കൊടുക്കേണ്ടതില്ല, പെട്ടെന്ന് തന്നെ സംസ്കാരത്തിലേക്ക് പോകണമെന്നുള്ളതായിരുന്നു. പക്ഷേ നമുക്കറിയാമല്ലോ, എംടി ആളുകളുടെ മനസ്സിൽ എത്രത്തോളം നിറഞ്ഞു നിൽക്കുന്ന ഒരു ബിംബമാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് കോഴിക്കോട്ടുകാരുണ്ട്, മറ്റ് സ്ഥലങ്ങളിൽ ദൂരദിക്കുകളിൽ നിന്നും ഈ വിവരമറിഞ്ഞ് ഇന്നലെ രാത്രി തന്നെ പുറപ്പെട്ടവരുണ്ട്. അത്രയേറെ കഥാപാത്രങ്ങളുമായി ഇഴചേർന്ന മനുഷ്യർ ഇപ്പോൾ എംടിയുടെ അവസാനമായി നോക്കുകയാണെന്ന് വേണ്ടി ഒഴുകിക്കൊണ്ടിരിക്കും. സിത്താരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വരിയായി നിന്ന് അവർക്ക് എംടിയെ അവസാനമായി കണ്ടുപോകുന്നു. 4 മണി വരെ ഇങ്ങനെ ഈ വീട്ടിൽ സിത്താരയിൽ എംടിയുടെ മൃതദേഹം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് വിലാപയാത്രയായി പോകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതും ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ നേരിട്ട് വാഹനത്തിൽ അവരുടെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയും 5 മണിയോടുകൂടി അവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. വളരെ പെട്ടെന്ന് അങ്ങനെ സിത്താരയിൽ നിന്നും ഒരു വിലാപയാത്ര പോലും ഒഴിവാക്കാനുള്ള തീരുമാനം ഉണ്ട്. എംടി ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തൻ്റെ ജീവിതത്തിലുടനീളം എടുത്ത തൻ്റെ എഴുത്തിലൂടെയും അല്ലാതെയും എടുത്ത നിലപാടുകൾ മരണത്തിലും ഉറച്ച് പ്രഖ്യാപിക്കുക എന്നുള്ളൊരു നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ തരത്തിൽ അദ്ദേഹം മരണത്തിലും ആളുകളെ അല്ലെങ്കിൽ ഇങ്ങനെ മൃതദേഹം അങ്ങനെ ഒരു പൊതുദർശനം പോലും വേണ്ട